السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. وآية لهم أنا حملنا ذريتهم في الفلك المشحون
وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. دعا إلى الله فالمستمسكون بحبل غير منفصم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فاعلموا أمة سيدنا ومولانا محمد സമാദരണീയരായ വേദിയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന ബഹുതല മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, ഈ ശബ്ദം ശ്രവിക്കാൻ ഇത്രയും ദിവസം ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാർ, നാം എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ ദുആ ചെയ്യാൻ പറ്റിയ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു സദസ്സാണ്. ധാരാളം ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ മജ്ലിസിലേക്ക് സംഭാവനകൾ ഏൽപ്പിച്ചും അല്ലാതെയുമൊക്കെ അഭ്യർത്ഥിച്ച ധാരാളം ആളുകളുണ്ട്. മക്കൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞവർ, മാതാപിതാക്കൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞവർ, അമ്മാവന്മാർ വിഷമ സാഹചര്യത്തിൽ കഴിയുന്നു, സലാമത്തായി കിട്ടണമെന്ന് പറഞ്ഞ് ചെറിയ കുഞ്ഞിന്റെ പ്രയാസം പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ആളുകളുണ്ട്. അല്ലാഹു ഈ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സ് പടച്ച റബ്ബ് കാണുമല്ലോ. പടച്ചോനെ, എല്ലാം ഒരൊറ്റ നോട്ടത്തിൽ എല്ലാം മനസ്സിലാകുന്ന നെയ്യ്, വിശദീകരിക്കേണ്ടതില്ല, ഗ്രഹിക്കാൻ പ്രയാസമില്ലാതെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ 100,000 പ്രശ്നങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന നെയ്യ്, എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് അതും വളരെ സന്തോഷം തോന്നിയത് ഈ സദസ്സിനോട്, സദസ്സിന്റെ അച്ചടക്കമാണ്. വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന വേദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യമുണ്ടാകും, റഹ്മത്ത് അവരെ പൊതിഞ്ഞു നിൽക്കും, ശാന്തിയും സമാധാനവും അവർക്ക് വന്നിറങ്ങും. നസലത്ത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക. ഈ 3 ഗുണങ്ങളും കിട്ടി എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആശ്വാസം നേടി റഹ്മാനായ റബ്ബിന്റെ ദീനിന്റെ വക്താക്കളായി നാളെ സുഖലോക സ്വർഗത്തിലെ ജേതാക്കളായി മടങ്ങിപ്പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇത്രയും ദിവസമായി നാം പറഞ്ഞു വെച്ചത് 20-30 വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പിന്നിട്ടത്.
50 ആയത്തുകൾ ചർച്ച ചെയ്തു. ഇന്നലെ 32 ആയത്തുകൾ പറഞ്ഞു തീർക്കണം എന്ന് കരുതിയതാണ്. ഒരു 2 എണ്ണം ശിഷ്ടം വന്നത് ഇന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ് കണ്ണു തുറപ്പിക്കുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എന്ന് 3 തവണ അല്ലാഹു ഈ അധ്യായത്തിൽ ആവർത്തിച്ചു പറഞ്ഞു. മനുഷ്യലോകത്തിന് അവർ കണ്ണടക്കാൻ ശ്രമിച്ചാലും, മനഃപൂർവം കണ്ണടക്കണമെന്ന് കരുതിയാലും കണ്ണ് തുറപ്പിക്കാൻ മാത്രം മതിയായ ദൃഷ്ടാന്തമാണ്. സാധാരണ തെളിവിനെ കുറിച്ച് ദലീൽ എന്ന് പ്രയോഗിക്കാറുണ്ട്. ദലീൽ എന്ന ആ പ്രയോഗം എന്താണോ അർത്ഥമാക്കുന്നത്, ആ വാക്യം ധ്വനിപ്പിക്കുന്ന അർത്ഥത്തെക്കാൾ വലിയൊരർത്ഥമാണ് ആയത്ത് എന്നതിനുള്ളത്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എത്ര തന്നെ കണ്ണടക്കാൻ ശ്രമിച്ചാലും കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, അതിനെക്കുറിച്ചാണ് ആയത്ത് എന്ന് ഖുർആൻ പറയുക. ഇത് ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു തആല പഠിപ്പിച്ചത് കാണാം. ഇവിടെ സൂറത്തു യാസീനിൽ അല്ലാഹു പറഞ്ഞത് 3 തവണയാണ് വആയത്തുല്ലഹും 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 എന്ന് പറഞ്ഞത്. എന്നാൽ ഇതിലേറെ തവണകൾ ആവർത്തിച്ചു പറഞ്ഞ ഒരു അധ്യായമുണ്ട്, സൂറത്തുർ റൂം. സൂറത്തുർ റൂമിൽ അല്ലാഹു ധാരാളം തവണ പറഞ്ഞു വമിൻ ആയാതിഹി വമിൻ ആയാതിഹി വമിൻ ആയാതിഹി വമിൻ ആയാതിഹി എന്ന് പറഞ്ഞ് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളുടെ മാലപ്പടക്കത്തിന് തീ കൊളുത്തിയ ഒരനുഭവമാണ് സൂറത്തുർ റൂം പാരായണം ചെയ്യുന്ന ആൾക്ക് കാണാൻ കഴിയുക. ഞാനിപ്പോൾ കൊണ്ടോട്ടി മസ്ജിദുൽ ഫതഹിൽ 8 കൊല്ലം മുമ്പ് ആരംഭിച്ച ഈ രംഗത്തേക്ക് വരാൻ കാരണമായ പ്രഥമ ക്ലാസ്സാണ് കൊണ്ടോട്ടിയിലെ ക്ലാസ്. അവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂറത്തുർ റൂമാണ്. ആ റൂമിന്റെ വമിൻ ആയാതിഹി എന്ന ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൂറത്തുർ റൂം വിവരിച്ച ദൃഷ്ടാന്തങ്ങൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ ആയത്തുകൾ എന്ന് പറഞ്ഞത് ശരിക്കും മനസ്സിലേക്ക് തുളഞ്ഞു കയറുന്ന, ശരവർഷം പോലെ പാഞ്ഞു കയറുന്ന ചില ദൃഷ്ടാന്തങ്ങളെ കുറിച്ചായിരിക്കും അല്ലാഹു ഇത് പറയുന്നത്. മനുഷ്യ സൃഷ്ടിപ്പ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരുടെ വൈവിധ്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാവ് പകലുകളുടെ വ്യത്യാസങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വരണ്ടു കിടക്കുന്ന നിർജീവമായ ഭൂമിയില് ചൈതന്യം തളിരിടുന്നത് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ധാരാളം വിഷയങ്ങളെ കുറിച്ച് വമിന്നായാതിഹി 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 എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലാഹു 3 കാര്യങ്ങളാണ് പ്രധാനമായും ദൃഷ്ടാന്തങ്ങളായി എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുന്നു. 3 കാര്യങ്ങൾ. ഒന്നാമതായി നിർജീവമായി കിടക്കുന്ന ഭൂമിക്ക് ലഭിക്കുന്ന പുത്തനുണർവ്. അത് ചില ദൃഷ്ടാന്തങ്ങളാണ്. നമ്മളതിലേക്ക് കടന്നു വരും ചർച്ച ചെയ്യുമ്പോൾ. രണ്ടാമതായി പറയുന്നത് രാവും പകലും ഒരു വലിയ ദൃഷ്ടാന്തമാണെന്നതാണ്. മൂന്നാമതായി പറയുന്നത് മനുഷ്യർ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹന സൗകര്യങ്ങൾ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ മാത്രം പോന്ന ഒരു ദൃഷ്ടാന്തമാണ്.
ഇതൊക്കെയാണ് അല്ലാഹു തആല സൂറത്ത് യാസീനിലൂടെ പറയുന്നത്. എല്ലാം കൂടെ പറയാൻ കഴിയോ എന്നറിയില്ല. ഏകദേശം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തീർക്കും. കാരണം ഈ 10 ദിവസം കഴിയുമ്പോഴേക്ക് ഒന്നും ബാക്കിയാകാത്ത രൂപത്തിൽ എല്ലാ ആയത്തുകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. ഇന്നലെ നാം പറഞ്ഞു വച്ചിരുന്നത് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ സമുദായത്തിന് വന്ന ഹബീബുൻ നജ്ജാറിനോട് കടുങ്കൈ കാണിച്ച ആ ടീമിന് വന്ന ദുരന്തത്തെക്കുറിച്ച്, തന്റെ നാട്ടുകാർക്ക് വന്ന ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ഉദ്ഘോഷമായിരുന്നു അത്, ഒരു ഗർജനമായിരുന്നു അത്, ഒരു മുഴക്കമായിരുന്നു അത്. ആ മുഴക്കം അവരുടെ രാജ്യത്തേക്ക് വീണതോടുകൂടെ ആ രാജ്യം മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയാണ് ഇലാഹി ശിക്ഷകൾ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഇത് തന്നെയാണ് പ്രവാചകന്മാരെ കൊച്ചാക്കുന്ന അടിമകളുടെ അവസ്ഥ. എത്ര പരിതാപകരമാണ് എന്ന് പറഞ്ഞാൽ ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുന്ന ടീമിനും വരാനുള്ളത് ഇത്തരം ശക്തമായ താക്കീതുകളാണ്. വേണമെങ്കിൽ കേട്ടോ, കണ്ണു തുറന്നോ, കേൾക്കാൻ തയ്യാറായിക്കോ, കാണാൻ തയ്യാറായിക്കോ എന്ന് അല്ലാഹു തആല ഉണർത്തുകയാണ്. യാ ഹസ്റതൻ അലൽ ഇബാദി മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ആ പ്രവാചകന്മാരെ കൊഞ്ഞനം കുത്തുന്നതിന്റെ പലതര സ്വഭാവങ്ങളാണ് ഇന്നലെ നമ്മൾ വിശദീകരിച്ചത്. ഏതെല്ലാം വഴിക്ക് പ്രവാചകന്മാരെ കൊഞ്ഞനം കുത്തൽ വരുമെന്ന് ചെറിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി അല്ലാഹ് പറയുന്നു, ഒരൊറ്റ പ്രവാചകനെയും പരിഹസിച്ചവർ രക്ഷപ്പെട്ടിട്ടില്ല. എന്തേ അവർക്ക് നോക്കിക്കൂടായിരുന്നോ? അല്ലാഹ് പറയാണ്, മനുഷ്യൻ, ചരിത്രമറിയുന്ന മനുഷ്യൻ, അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ. അലം യറൗ, മനുഷ്യൻ നോക്കുന്നില്ലയോ? മനുഷ്യർ കണ്ണു തുറന്നു നോക്കുന്നില്ലയോ? കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ. ഇവരുടെ മുമ്പ് എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത്. പ്രവാചകന്മാരോട് മൽപിടുത്തത്തിന് വന്നപ്പം, അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചപ്പോ, ദീനിനോട് എതിർപ്പ് കാണിച്ചപ്പോ, സത്യത്തോട് പുറംതിരിഞ്ഞു നിന്നപ്പോൾ എത്ര സമുദായങ്ങളെയാണ് നാം ഹലാക്കാക്കി കളഞ്ഞത്. മുൻ സമുദായങ്ങളിൽ നിന്ന് ഈ ചരിത്രം ഇവർക്കറിയില്ലേ? അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. എങ്ങനെയാണ് അവരെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞത്? അവരൊരിക്കലും ഭൂനിവാസികളിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക്, നമ്മൾ ആരോടാണോ വിശുദ്ധ ഖുർആൻ ഈ സംബോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ബാധകമാണ്. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ആ നശിപ്പിക്കപ്പെട്ട പോക്കിരികളിൽ ഒരൊറ്റയാളും ഇനി നിങ്ങളിലേക്കൊരിക്കലും തിരിച്ചു വരാത്ത വിധം അല്ലാഹു നാമാവശേഷമാക്കി കളഞ്ഞു. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അവരാരും ഇനി ഇവരിലേക്ക് തിരിച്ചു വരില്ല. ഭൂനിവാസികളിലേക്ക് തിരിച്ചു വരാത്ത രൂപത്തിൽ അല്ലാഹു ഹലാക്കാക്കി കളഞ്ഞില്ലേ? ഫറോവയെ അല്ലാഹു നശിപ്പിച്ചു. ഇത് യഥാർത്ഥത്തിൽ ആ പറഞ്ഞ ആയത്ത് പറയണമെങ്കിൽ മുൻഗാമികളായ ആളുകൾക്ക് വന്ന നാശങ്ങളെക്കുറിച്ച് ചെറിയ രൂപത്തിലെങ്കിലും സംസാരിക്കണം. പക്ഷേ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇത് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫറോവക്കേറ്റ ദുരന്തം എല്ലാവർക്കും അറിയാമല്ലോ. ചരിത്രത്തിൽ നൈൽ നദിയിലിട്ടിട്ടവനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒതുക്കിക്കളഞ്ഞു. ആ ഫറോവ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധം, ജീവനോടെ തിരിച്ചു വരാത്ത വിധം അവന്റെ ഡെഡ് ബോഡി ഇന്നും സമൂഹത്തിനൊരു പാഠമായി അല്ലാഹു സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ.
ഫറോവയെയും തന്റെ കിങ്കരന്മാരെയും അല്ലാഹു മുക്കി നശിപ്പിച്ചില്ലേ? ആദ് സമൂഹം വലിയ വലിപ്പമുള്ള വിഭാഗമായിരുന്നു. ആ ആദ് സമൂഹത്തെ അല്ലാഹു ഒതുക്കിക്കളഞ്ഞില്ലേ? വലിയ വലിപ്പമുള്ള ടീമായിരുന്നു ഇവർ. 50-60 മുഴത്തിന്റെ ഇടയിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. 50-60 മുഴങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു 70 വരെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊന്നും തർക്കമില്ലാത്ത രൂപത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിലധികം അഭിപ്രായപ്പെട്ട ചരിത്രകാരന്മാരെയും കാണാം. ഒരു 50-60 മുഴം തന്നെ സങ്കല്പിച്ചു നോക്കുക. ആ മനുഷ്യന്റെ വലുപ്പം എത്രയായിരിക്കും? 60 മുഴം വലുപ്പമുള്ള ഒരു മനുഷ്യൻ എത്ര വലിയ വലുപ്പമായിരിക്കും? നമ്മുടെ മുറ്റത്തുള്ള ഒരു തെങ്ങ്, പരമാവധി നല്ല നീളമുള്ള ഒരു തെങ്ങ് ഒരു 10 മുഴം ഉണ്ടായേക്കാം. എന്നാൽ 60 മുഴം നീളമുള്ള മനുഷ്യൻ ഒരു6 തെങ്ങിന്റെ നീളമുണ്ടാകില്ലേ? ആ മനുഷ്യനെ ഇന്ന് നമ്മളെപ്പോലെയുള്ള ഈ ചെറിയ ചോട്ടാ മനുഷ്യന്മാര് കണ്ടാൽ നമുക്ക് കാണേണ്ട താമസമേ ഉണ്ടാകൂ. അതോടുകൂടി തന്നെ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ കാണുന്നതോടുകൂടെ തന്നെ നമ്മൾ മരിച്ചു പോകും. അത്രയും വലിയ ഭീമാകാരമുള്ളവരായിരുന്നു അവർ. അവരല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂല്, ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ നബിയായ ഹൂദ് അലൈഹിസ്സലാം അവരോടും അതാ പുറം തിരിഞ്ഞു നിൽക്കുകയും നിഷേധം കാണിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു തആല അവരെ കാറ്റടിപ്പിച്ച് മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. കാറ്റുകൊണ്ട് നശിപ്പിച്ചവരുണ്ട്, വെള്ളം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞവരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സാഹിബു യാസീനിന്റെ നാട്ടുകാർക്കുണ്ടായതുപോലെ, ഹബീബുൻ നജ്ജാറിന്റെ നാട്ടുകാർക്കുണ്ടായതുപോലെ ശബ്ദഘോഷങ്ങളെ കൊണ്ട് അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞ ടീമുണ്ട്. കല്ലെറിഞ്ഞ് നശിപ്പിച്ചവരുണ്ട്. ചുട്ടുപഴുത്ത കല്ല് തലയിലിട്ട് അത് പിന്ദ്വാരത്തിലൂടെ പുറത്തേക്ക്, അകത്തുള്ളത് മുഴുവനും പുറത്തേക്ക് തള്ളി പുറം ചാടിപ്പോന്ന ടീമുണ്ട്. ഇങ്ങനെ എത്ര ടീമുകളെയാണ് അല്ലാഹു നശിപ്പിച്ചത്. വലിയ വലിയ പോക്കിരികളെയും കൊമ്പന്മാരെയും. അതിലേക്കെല്ലാം കൂടെ സൂചിപ്പിച്ചുകൊണ്ടായി ഒരൊറ്റ ആയത്ത് ചോദിച്ചത്. കാരണം ഇത് ഖൽബുൽ ഖുർആനാണ്. ഖുർആനിൽ പറഞ്ഞ ഏത് പൊള്ളുന്ന കഥയും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ എതിർത്ത ടീമിന് കിട്ടിയ തക്ക പ്രതിഫലങ്ങളുടെ ഏത് കഥ പറഞ്ഞോ ആ കഥയൊക്കെ ഈ ഒരൊറ്റായത്തിൽ അല്ലാഹു ഒതുക്കി വെച്ചു. അലം യറൗകം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ഹബീബുൻ നജ്ജാറിന്റെ നാട്ടുകാരെ മാത്രമല്ല നശിപ്പിച്ചത്, ഏതെല്ലാം ടീമിനെ നമ്മൾ നശിപ്പിച്ചെറിഞ്ഞു. അങ്ങനെ നശിപ്പിച്ചെറിഞ്ഞു കളഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഇവരിതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല? മനുഷ്യർ എന്തുകൊണ്ട് പാഠം പഠിക്കുന്നില്ല? ഇവർ ഇനിയും നിഷേധത്തിലേക്ക് തന്നെ തിരിയുകയാണല്ലോ. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കൊമ്പുകോർക്കാനുള്ള ശ്രമമാണ്. ഇത് വേണ്ട, ഇത് പറയാനാണ് അതവിടെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ തന്നെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അവരൊരിക്കലും ഇവരിലേക്ക് മടങ്ങാത്ത വിധം അവരെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ എല്ലാവരും നശിക്കുമെന്ന കാര്യം ഉറപ്പാണ്, എല്ലാവരും മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളൊരിക്കലും സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കണ്ട, നിങ്ങളൊരിക്കലും തന്നെ സത്യനിഷേധത്തിന്റെ റൂട്ട് സ്വീകരിക്കണ്ട എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വ്യക്തമാക്കുകയാണ്. അങ്ങനെ മുൻകഴിഞ്ഞ ആളുകൾക്ക് വന്ന മഹാദുരന്തങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു ചോദ്യം വരികയാണ്. ശരി, പടച്ചോൻ അങ്ങനെ നശിപ്പിച്ച് കളയുമെന്നത് ശരിയാണ്. സത്യത്തോട് ഞങ്ങൾ എതിർത്ത് നിന്നാൽ ഞങ്ങളെ അല്ലാഹു തോൽപ്പിക്കും, നശിപ്പിക്കുമെന്ന കാര്യം ഉറപ്പ്. പക്ഷേ ആ നാശത്തോടുകൂടെ എല്ലാം അങ്ങ് കഴിഞ്ഞില്ലേ? മരിക്കുന്നതോടുകൂടെ എല്ലാം തീർന്നെങ്കിൽ എന്താ ഇപ്പൊ തൽക്കാലം ഒന്ന് മരിച്ചു പോയാലും എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പുനരുത്ഥാനമില്ലെങ്കിൽ
നാളെ പരലോകത്തൊരു എഴുന്നേൽപ്പ് പുതിയതില്ലെങ്കിൽ, അഥവാ മരിക്കുന്നതോടുകൂടെ എല്ലാം കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തു പ്രശ്നം? ഇതൊരു ചോദ്യമാണല്ലോ. അതത്ര വിഷയമായി കാണേണ്ടതുണ്ടോ? അങ്ങനെയല്ല. ഈ മരിക്കുന്നതോടുകൂടെ എല്ലാം കഴിഞ്ഞു എന്നല്ല, ഇത് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷയാണ്. ഇനി നാളെ ആഖിറത്തില് വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. അടുത്ത ആയത്തതാ, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ഒരിക്കലും തിരിച്ചു വരാത്ത രൂപത്തിൽ അവരെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇനി പരലോകത്തും തിരിച്ചു വരില്ല എന്ന ഒരു ധാരണ അത് നിങ്ങൾ വെച്ച് പുലർത്തണ്ട. വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. അവരെല്ലാവരും നാളെ എന്റെ അടുത്ത് ഹാജരാക്കപ്പെടാതെ ഒരൊറ്റ കുട്ടിയെയും വിടില്ല. വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. മരിച്ചു കഴിഞ്ഞാൽ നാളെ പുനരുത്ഥാന സമയമായാൽ എപ്പോഴാണോ അള്ള വിളിക്കുന്നത് ആ വിളി കേട്ട് എല്ലാവരും എഴുന്നേറ്റ് വരാൻ നിൽക്കുന്നു. അതിലെ യുക്തിഭദ്രത. പുനരുത്ഥാനം എന്ന ഒന്ന് ബുദ്ധിപരമായി അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ടായിക്കൊള്ളണോ? മരിക്കുന്നതോടുകൂടെ എല്ലാം തീർന്നുകൂടെ? ആ ചർച്ച ഞാൻ എന്ന ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ പറയാം. കാരണം പുനരുത്ഥാനത്തെ കുറിച്ച് അവിടെ ചർച്ച വരുന്നുണ്ട്. ഇന്ന് നമുക്ക് ഈ ദൃഷ്ടാന്തങ്ങളിലേക്ക് കടന്നു വരാൻ ആ ചർച്ച തൽക്കാലം ഞാൻ ചുരുക്കുകയാണ്. എന്തായാലും പുനരുത്ഥാനമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. മരിച്ചു, അതോടുകൂടി തന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞെങ്കിൽ എന്ത് എളുപ്പം. അതുകൊണ്ടല്ലേ നാളെ നരകാവകാശികൾ അവരുടെ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുമ്പോ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, യാ ലൈതഹാ കാനത്തിൽ ഖാദിയ. യാ ലൈതഹാ, പടച്ചോനെ ആ മൗത്തത്ത്, ആ മരണമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര കൊള്ളാമായിരുന്നു. കാനത്തിൽ ഖാദിയ, എന്റെ നന്മ തിന്മകളുടെ ഇടയിലുള്ള വിധി തീർപ്പ് കൽപ്പിക്കുന്നത് മരണമാണെങ്കിൽ എത്ര നന്നായിരുന്നു. മരണാനന്തരം ഇങ്ങനെ ഒരു എഴുന്നേൽപ്പ് എനിക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അഭിലഷിക്കുകയാണ്. അഭിലഷിച്ചിട്ട് കാര്യമുണ്ടോ? പുനരുത്ഥാനം കിട്ടിയതിന്റെ ശേഷം സങ്കടപ്പെടാനല്ലാതെ നിർവാഹമില്ല, മോഹിക്കാനല്ലാതെ നിർവാഹമില്ല. അതാ അവൻ എഴുന്നേറ്റിരിക്കുന്നു, ശേഷം ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. ഇതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, വലൗ അന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ശൈഇ വലാകിന്നാ ഇദാ മിത്നാ ബുഇത്നാ വനുസ്അലു ബഅദഹു മിൻ കുല്ലി ശൈഇ. വലൗ കുന്നാ ഇദാ മിത്നാ, നമ്മൾ മരിക്കുന്നതോടുകൂടെ തുരിക്കിന, നമ്മളെ പാടെ ഉപേക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, മരിക്കുന്നതോടുകൂടെ നമ്മളെ അങ്ങ് ഒഴിച്ചിട്ടിരുന്നെങ്കിൽ, പിന്നെ നമ്മെ എണീപ്പിക്കാനും ചോദ്യം ചെയ്യാനും ഒന്നും ആളില്ലെങ്കിൽ, ലകാനൽ മൗതു റാഹത കുല്ലി ശൈഇ. ചിന്തിക്കൂലേ ഏതൊരാളും പ്രയാസങ്ങളിൽ കിടന്നുകൊണ്ട് കട്ടകാരുന്ന സമയത്ത്, കടങ്ങളിൽ വലഞ്ഞ സമയത്ത്, ഭൂമിയിൽ പലതരത്തിലുള്ള മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ കുടുങ്ങി അതാ ഓരോ നിമിഷങ്ങൾക്കും മണിക്കൂറുകളുടെ ദൈർഘ്യം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു കഷ്ണം കയറുപയോഗിച്ചാൽ പോരെ, ഒരൽപ്പോ മരുന്ന് കുടിച്ചാൽ പോരെ, വിഷം അകത്താക്കിയാൽ പോരെ, ആത്മഹത്യ ചെയ്യില്ലേ? മുസ്ലിമീങ്ങൾ ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആത്മഹത്യയിലേക്ക് മുതിരുന്നില്ല. കാരണം മരണമല്ല വിഷയങ്ങളുടെ തീരുമാനം, മരണമല്ല പ്രതിസന്ധികളുടെ പരിഹാരം, പ്രശ്നങ്ങളുടെ പരിഹാരം ഒരിക്കലും ആത്മഹത്യയല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ രണ്ടാമത് പുനരെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നു. അതിന്റെ ശേഷം ആ ജീവിതത്തിലേക്ക് എനിക്ക് ഞാൻ എപ്പോഴാണോ ആത്മഹത്യ ചെയ്യുന്നത് അതോടുകൂടെ എനിക്ക് ഈമാൻ നഷ്ടപ്പെട്ടു എന്ന പേടി കൊണ്ടാണ് ഏതു പ്രയാസത്തിലും വിശ്വാസി പിടിച്ചു നിൽക്കുന്നത്. റദീതു ബില്ലാഹി റബ്ബാ,
പ്രഖ്യാപിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അവന് യാതൊരു പ്രയാസങ്ങളും അവനെ ഒരിക്കലും അനിയന്ത്രിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. അതാണ് വിശ്വാസിയുടെ കഥ. കവി പറയാൻ, മരിക്കുന്നതോടുകൂടെ നമ്മൾ ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിൽ, പിന്നെ നമ്മളെ കാര്യം നോക്കുന്നില്ലെങ്കിൽ, ലകാനൽ മൗതു റാഹത കുല്ലി ശൈഇ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും റാഹത്ത്, മരണം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്കൊരു സന്തോഷമാകുമായിരുന്നു. മരിക്കുമായിരുന്നു ജനങ്ങളൊക്കെ. പക്ഷേ വയ്യല്ലോ. വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ, പക്ഷേ നമ്മൾ മരിച്ചാൽ നാളെ നമ്മളെ പുനരെഴുന്നേൽപ്പിക്കപ്പെടും. ബുഇസ്നാ, നമ്മളെ രണ്ടാമത് എഴുന്നേൽപ്പിക്കപ്പെടും. വനുസ്അലു ബഅദഹു മിൻ കുല്ലി ശൈഇ, എന്നിട്ട് ചെയ്തതും ചിന്തിച്ചതും പറഞ്ഞതും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളോട് വ്യക്തമായി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. ഈ വിചാരണയെക്കുറിച്ചാണല്ലോ നമ്മുടെ ഭയം. ഇതാണ് ഒരു മുസ്ലിം കവി പാടിയതാണിത്. ഈമാനുള്ള ഒരു കവിയുടെ കവിതയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നത്. അതെ, വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ. ഒറ്റ കാര്യവും കൂടെ കൂട്ടത്തിൽ പറയട്ടെ. മുൻഗാമികളെ നശിപ്പിച്ചത് അല്ല എന്നോടും നിങ്ങളോടും ഇങ്ങനെ പറയാണ്. അലം യറൂകം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജൂൻ. അവരെയൊക്കെ നശിപ്പിച്ചു, നിങ്ങളെയും അതുപോലെ നശിപ്പിച്ചേക്കാം. താക്കീതാണ്. മുത്തുനബിയുടെ ഒരു ദുആ മാത്രമാണ് ഈ താക്കീദിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ, ഈ താക്കീദിന്റെ സാക്ഷാത്കാരങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ രക്ഷപ്പെടാൻ കാരണം ദുനിയാവിൽ വെച്ച് എന്റെ ഉമ്മത്തിനെ വല്ലാതെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ എനിക്കും നിങ്ങൾക്കും വരാനുള്ളത് വളരെ ഗൗരവമായ കാര്യങ്ങളാണെന്ന് അല്ലാഹു അവിടെ സൂചിപ്പിച്ചു. മുൻഗാമികളെ കൊണ്ട് നമുക്ക് പാഠം തന്നു അല്ലാഹു. നമുക്കല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് കേട്ടോ ഇത്. ഏതാണ് അനുഗ്രഹം? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു അഫ്ളലുർ റുസുലാക്കിയ സമയത്ത്, അക്രമുർ റുസുലാക്കിയ സമയത്ത്, പ്രവാചകരിൽ ഏറ്റവും ഉന്നതരാക്കി മാറ്റിയ സമയത്ത് നമ്മളെ അല്ലാഹു അക്രമുൽ ഉമമാക്കി മാറ്റുകയാണ്. ഏറ്റവും ഉത്തമമായ സമൂഹമാക്കി മാറ്റുകയാണ്. എങ്ങനെയാണ് ആ ഉത്തമമായ സമൂഹമാക്കി മാറ്റിയത്? അതിന്റെ ഒരു ചിത്രം ഈ ആയത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആദം നബി തൊട്ട് ഖിയാമം വരെയുള്ള സർവ്വജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ മുൻഗാമികളെയൊക്കെ നശിപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ എന്നുള്ള ചോദിക്കുമ്പോ ഇത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു ആദരവാണ്. ഏത്? കഴിഞ്ഞുപോയ ഉമ്മത്തിനെ മുഴുവനും നമുക്ക് പാഠമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞുപോയ ഉമ്മത്തിനെ വെച്ചിട്ട് അവരുടെ വിജയപരാജയങ്ങൾ വെച്ച് എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ പരാജയം വെച്ച് വേറെ ഒരു ടീമിനെ അള്ളാഹു ഉത്ബോധിപ്പിക്കുന്നില്ല. കാരണം അവസാനത്തെ പ്രവാചകരുടെ ഉമ്മത്താണ് നമ്മള്. അവസാനത്തെ പ്രവാചകരുടെ ഉമ്മത്തായതുകൊണ്ട്, ആഖിറുൽ അംബിയാഇന്റെ ഉമ്മത്തായതുകൊണ്ട്, അതാ ആദ്യം കഴിഞ്ഞുപോയ ആളുകൾ അവരെ മാതൃകയാക്കി നമുക്ക് ജീവിക്കാം, രക്ഷപ്പെടാൻ എളുപ്പമുണ്ട്. എന്നാലോ അവരിലുള്ള ധിക്കാരികളെയും പോക്കിരികളെയും കാലാകാലം ജനങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആദ് സമൂഹത്തിന്റെ പതനം അത് ചുണ്ടുകൊണ്ട് ഉരുവിടുമ്പം ഇന്നും മുസൽമാന് കൂലി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻഗാമികളുടെ പതനം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പതനം പറഞ്ഞ് നമ്മുടെ ശേഷമുള്ളവരെ ഉണർത്തുന്ന ചുറ്റുപാടില്ല. നമ്മളെ പറ്റി അല്ലാഹു ആരോടും കേസ് പറഞ്ഞിട്ടില്ല, മറ്റൊരു സമുദായത്തോട് കേസ് പറഞ്ഞില്ല. അതേസമയം മറ്റുള്ള സമുദായത്തിലെ ധിക്കാരികളെ കുറിച്ച് മൊത്തമായി പടച്ച റബ്ബ് നമ്മളോട് കേസ് പറഞ്ഞു. ലമ്മാ ദഅല്ലാഹു ദാഇനാ ലിത്വാഅതിഹി ബി അക്രമിർ റുസുലി കുന്നാ അക്രമൽ ഉമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം
ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എത്ര ഹൃദ്യമാണ്. 1-2 ദിവസം നമ്മൾ ബുസീരി ഇമാമിനെ പരാമർശിക്കാതെ പോയിട്ടുണ്ട്, വിട്ടുപോയതാണ്. ലമ്മാ ദഅല്ലാഹു ദാഇനാ ലിതാഅതിഹി, അല്ലാഹു നമ്മളെ അല്ലാഹുവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിച്ച ആ മഹാനെ വിളിച്ചപ്പോൾ ബിഅക്രമിർ റുസുലി, അത്യുത്കൃഷ്ടരായ പ്രവാചകരെ എന്ന് മുത്തുനബിയെ അല്ലാഹു അഭിസംബോധനം ചെയ്തപ്പോ ഏറ്റവും ശ്രേഷ്ഠരായ മുത്തുനബിയെ എന്ന് നമ്മളെ ദഅവത്ത് നടത്തിയ നമ്മെ ക്ഷണിച്ച നേതാവിനെ അല്ലാഹു വിളിച്ചപ്പോ അതിനോട് തുടർന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ തുടർന്ന് കുന്നാ അക്രമൽ ഉമമി, നമുക്ക് ഉമ്മത്തുകളിൽ ഏറ്റവും കറാമത്തുള്ള ഉമ്മത്താകാൻ കഴിഞ്ഞു, ഏറ്റവും കൂടുതൽ ബഹുമാനമർഹിക്കുന്ന ഉമ്മത്തായി തീരാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ ഉമ്മത്തായതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും ബഹുമാനമർഹിക്കുന്ന ഉമ്മത്താണ്. നമ്മളെ നബി ഏറ്റവും ബഹുമാനമർഹിക്കുന്ന നബിയാണ്. അപ്പൊ നബി തങ്ങളുടെ ഉമ്മത്ത് ഏറ്റവും ബഹുമാനമർഹിക്കുന്ന ഉമ്മത്താണ്. അതെ, ആ ബഹുമാനത്തിൽ ഏറ്റവും വലിയൊരു ബഹുമാനം അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ പറ്റി വേറെയുള്ള ഒരു സമുദായത്തോടുള്ള സങ്കടം പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരെ കുറിച്ചൊക്കെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലോ ഒരൊറ്റ ആളോട് മാത്രമേ അള്ളാഹു നമ്മളെപ്പറ്റി സങ്കടം പറഞ്ഞിട്ടുള്ളൂ. അതാരോടാ? നമ്മുടെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. وما شكا إلى أحد من غيرهم شكايتهم إلا ما شكا إلى نبيهم المصطفى ليلة المعراج. മിഅ്റാജിന്റെ രാവിലെ ഹബീബായ റസൂലുള്ളാഹിയോട്, നമ്മുടെ നേതാവിനോട് തന്നെ അള്ളാഹു പറഞ്ഞ ഏതാനും സങ്കടങ്ങളല്ലാതെ വേറെ ഒരാളോടും നമ്മളെപ്പറ്റി സങ്കടം പറഞ്ഞിട്ടില്ല. അതിൽ വേദനയില്ലല്ലോ. അതെന്തിനാ പറഞ്ഞ് നമ്മളെ പറഞ്ഞു നന്നാക്കാനാണ്. അള്ളാഹു തആല നമ്മളെപ്പറ്റിയുള്ള സങ്കടം നമ്മുടെ നേതാവിനോട് പറഞ്ഞു. നമ്മളെ കുട്ടികൾ എന്തെങ്കിലും വികൃതി കാട്ടിയാൽ, എന്തെങ്കിലും സംഗതികളിൽ കുടുങ്ങി നമ്മളെ പറയിപ്പിച്ചു, എന്നാൽ വേറെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് അത് മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നാൽ അവന്റെ കുട്ടി കണ്ടോ, ഈ ഓൻ വലിയ ആളാ, പക്ഷെ അവന്റെ കുട്ടി കണ്ടോ പറയിപ്പിച്ചു, എന്തെല്ലാമായി എന്ന് നീ അറിഞ്ഞോ എന്ന് ചോദിച്ച് മറ്റുള്ളവരോട് ഇങ്ങനെ പറയുമ്പോൾ കുട്ടി എത്ര മോശക്കാരനാണെങ്കിലും നമുക്കത് രസിക്കൂല. നേരെ മറിച്ച് അയാൾ ആ കാര്യം നമ്മളോട് പറഞ്ഞാലോ, നിന്റെ മോനെ ഒന്ന് കരുതണം കേട്ടോ, നിങ്ങളെ കുട്ടിയുടെ ആ കൂട്ടുകെട്ട് നിങ്ങളൊന്ന് കരുതണം. അപൂർവമായിട്ട് പലപ്പോഴും വേണ്ടാത്തരങ്ങൾ വരുന്നുണ്ട് കേട്ടോ, ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ആ മനുഷ്യനോട് നമുക്ക് വല്ലാത്ത സ്നേഹം തോന്നും. വേറെ ആരോടും പറയാതെ എന്നോട് ആ കാര്യം ഉണർത്തിത്തന്നല്ലോ എൻ്റെ മകനെ എനിക്ക് നേരായ വഴിയിലേക്ക് ശിക്ഷണം നടത്താൻ, ആ നേരായ വഴിയിലേക്ക് എൻ്റെ മകൻ എനിക്ക് ശിക്ഷണം നൽകാൻ ഇവൻ എന്നെ സഹായിച്ചല്ലോ എന്നതുപോലെ ഉമ്മത്തിനെ പറ്റി സങ്കടം പറയുന്നത് ആ ഉമ്മത്തിനെ നയിക്കുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങളോടാ സങ്കടം പറഞ്ഞത്. ആ സങ്കടം എന്താ? ഉമ്മത്ത് മുഹമ്മദിയെ പറ്റി ഒരൊറ്റ കുട്ടിയോടും സങ്കടം പറഞ്ഞിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹിയോട്, സയ്യിദുൽ വജൂദ് ത്വഹ റസൂലുള്ളാഹി തങ്ങളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓ, അല്ലാഹുവിന്റെ റസൂലിനോട് നമ്മളെ പറ്റി പറഞ്ഞ സങ്കടം എന്താ? കുറേ സങ്കടങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ 1-2 കാര്യങ്ങൾ നമുക്ക് പറയാം. വിശദീകരിക്കാൻ സമയമില്ല കേട്ടോ. ആ സങ്കടങ്ങൾ അങ്ങനെ വായിക്കുന്നേ ഉള്ളൂ. റസൂലുള്ള പറഞ്ഞു, ശക്കാനി റബ്ബി മിൻ ഉമ്മത്തി, എന്റെ റബ്ബ് എന്റെ ഉമ്മത്തിനെ പറ്റി എന്നോട് ആവലാതി പറഞ്ഞു. ശിക്കായാത്തിൻ കുറെ ആവലാദികൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഊലാ, ഒന്നാമത്തെ സങ്കടം, അന്നീ ലം ഉകല്ലിഫും അമലൽ ഗദി വലാകിന്നഹും യത്ലുബൂന മിന്നീ റിസ്ഖൽ ഗദ്. അന്നീ ലം ഉകല്ലിഫും അമലൽ ഗദ്, നാളത്തെ അമല് നിങ്ങൾ ചെയ്യണമെന്ന് ഒരൊറ്റ മനുഷ്യനോട് നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ല നബിയെ. നാളങ്ങൾ ഹയാത്തിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നാളെ അമല് ചെയ്താൽ മതി. നാളത്തെ സുബഹിസ്കരിക്കാൻ നമുക്ക് നിർബന്ധമുണ്ടോ? അവിടെ എത്തിയെങ്കിലുള്ളൂ. ഇന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. എന്നാലോ നാളത്തെ അമല് നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാകുന്ന അവസ്ഥയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നാണ്. പക്ഷേ ഞാൻ നാളത്തെ അമൽ അവരോട് ചോദിക്കാത്ത സ്ഥിതിക്ക് വലാകിന്നഹും യത്ലുബൂന മിന്നീ റിസ്ഖൽ ഗദി, നാളത്തെ ഭക്ഷണം അവരെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ?
ഞാൻ അവരോട് ചോദിക്കുന്നത് ഇന്ന് നിങ്ങൾ എനിക്ക് ആരാധിക്കണം. അപ്പൊ അവരും എന്നോട് അങ്ങനെയാ ചോദിക്കേണ്ടത്. മാന്യമായി ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഭക്ഷണം ഞങ്ങൾക്ക് തരണം. അതല്ല, ജീവിക്കാൻ എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലത്തിനുള്ള ഇന്ന് തന്നെ തരണം എന്നാ പറയുന്നത്. തവക്കുലില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. തവക്കുലില്ലാതെ പോകുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. തവക്കുല് നഷ്ടപ്പെട്ടു പോകുന്നു മനുഷ്യന്. അവന് ഞാനാണ് കൊടുക്കുന്നതെന്ന ബോധമില്ല. നാളെ ചെയ്യാനുള്ള അമല് നാളെ അവൻ ചെയ്യുമെങ്കിൽ നാളെ അവന് കൊടുക്കാനുള്ള ഭക്ഷണവും ഞാൻ കൊടുക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതല്ലേ? ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ ഏറ്റു, അമലിന്റെ കാര്യം നിങ്ങൾ ഏൽക്കണം. ആ ധൈര്യത്തിൽ ചെയ്യുന്നുണ്ടോ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. എത്രയെത്ര സംഭവങ്ങൾ അതേക്കുറിച്ച് പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ചിന്തിക്കണം. അതാ പറഞ്ഞതിലും ഉകല്ലിഫും അമലൽ ഗദ്, നാളത്തെ അമല് ഞാൻ അവരോട് കീർത്തിച്ചിട്ടില്ല, ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അവരെന്നോട് വഹും യത്ലുബൂന മിന്നീ റിസ്ഖൽ ഗദ്, നാളത്തെ ഭക്ഷണം അവരെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പരാതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്. രണ്ടാമത്തെ പരാതി, അന്നീ ലാ അദ്ഫഉ അർസാഖഹും ഇലാ ഗൈരിഹിം, ഞാൻ ഒരൊറ്റ മനുഷ്യന് കൊടുക്കേണ്ട ഒരു വറ്റും അവനല്ലാത്ത മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് തിരിക്കുന്നില്ല. അന്നീ ലാ അദ്ഫഉ അർസാഖഹും ഇലാ ഗൈരിഹിം. നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ലേ? ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളും വിശ്വസിക്കുന്നത് അങ്ങനെയല്ലേ? എനിക്ക് കിട്ടാൻ അള്ള വിധിച്ച ആ വറ്റ് വേറെ ഏതെങ്കിലും ഒരാൾക്ക് പോകുമോ? ഇല്ല. ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അള്ള തരണ്ടാന്ന് കരുതിയ വറ്റ് വേറൊരാൾക്ക് തരാൻ കഴിയില്ല. അള്ള തരണമെന്ന് കരുതിയത് മുടക്കാനും കഴിയില്ല. അള്ള പറയുന്നു, ഞാൻ അവർക്ക് വിധിച്ച വറ്റ് അവരിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കുന്നു. പക്ഷേ അവരെന്നോട് തിരിച്ചു കാണിക്കുന്ന നന്ദി പ്രകടനത്തിൽ വ്യക്തമായ അന്തരമുണ്ട്. അതെന്തേ? അവര് ചെയ്യേണ്ടത് എനിക്ക് അമലാണല്ലോ അതിന് തിരിച്ചു തരേണ്ടത്. അവരതിന് പകരമടക്കേണ്ട തീരുവ അമലാണ്, നിസ്കാരമാണ്, നോമ്പാണ്, ഖുർആൻ പാരായണമാണ്. എന്നാൽ ആ നിസ്കരിക്കുന്നത് അവർ എനിക്ക് വേണ്ടിയല്ല, ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിക്കുകയാണ്. നോമ്പ് നോൽക്കുന്നത് ജനങ്ങൾ കാണാനാണ്, സംഭാവനകൾ നൽകുന്നത് ജനങ്ങൾ കാണാനാണ്. വഹും യത്ലുബു വഹും യദ്ഫഊന അമലഹും ഇലാ ഗൈരി. അവരുടെ ഒരൊറ്റ വറ്റും ഞാൻ റൂട്ട് മാറ്റി വിടുന്നില്ല, അവർക്ക് ഏകിയത് അവർക്ക് തന്നെ എത്തിച്ചു കൊടുക്കുന്നു. എന്നാലോ അവര് പലപ്പോഴും എനിക്ക് തിരിച്ചു തരുന്ന അമലിൽ പലരും കൂട്ടുകാരായി കടന്നു വരുന്നു. പാടില്ല. എന്നെ മാത്രം ആരാധിക്കാൻ തയ്യാറാവണം. റിയാ ഒഴിവാക്കണം, ലോകമാന്യം ഒഴിവാക്കേണ്ടതാണ്. ലോകമാന്യത്തിന് വേണ്ടി അമല് ചെയ്യരുത്. കൂട്ടത്തിൽ ഞാൻ പറയുന്നു, അള്ള പറഞ്ഞ ഏറ്റവും വലിയ പരാതിയാണത്. ഒന്ന്, തവക്കുലില്ല. രണ്ട്, നല്ല പിള്ള ചവയുന്ന ആസാമിമാരാണ് നമ്മൾ എന്ന അവസ്ഥയിലാണ് അല്ലാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. മൂന്നാമത്തേത്, അന്നഹും യഅ്കുലൂന റിസ്ഖി. വസാലിസ അന്നഹും യഅ്കുലൂന റിസ്ഖി വയശ്കുറൂന ഗൈരി. എന്റെ ചോറ് തിന്നിട്ട് ഞാനല്ലാത്തവർക്ക് നന്ദി കാട്ടുന്നു. തിന്നുന്നത് എന്റെ ചോറാണ്, കഴിക്കുന്നത് എന്റെ ഭക്ഷണമാണ്, ഞാൻ കൊടുക്കുന്ന ഡ്രസ്സാണ് അണിയുന്നത്, ഞാൻ കൊടുക്കുന്ന വായുവാണ് ശ്വസിക്കുന്നത്, എല്ലാം ശരി. പക്ഷേ നന്ദി പ്രകടനം മറ്റാരോടോ ഒക്കെയായി പോകുന്നു. അള്ളാഹുവിനെ ആരാധിക്കാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ അവർ ചിന്തിക്കേണ്ട കാര്യമാണത്. റസൂലുള്ളാഹി തങ്ങളോട് തന്റെ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞ പരാതിയാണ്. എന്നല്ല, വയഹൂനൂന മഴീ, എന്റെ കൂടെ അവർ വഞ്ചനാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്നെ വഞ്ചിക്കാൻ അവർക്കൊരു പ്രയാസവുമില്ല. അതേ സമയത്തോ വയുസാലിഹു ഖൽഖി, എന്റെ സൃഷ്ടികളെ അവര് നല്ല നിലക്ക് അവരോട് സൗഹാർദ്ദപൂർവം ജീവിക്കുകയും ചെയ്യുന്നു. വയുസാലിഹൂന ഖൽഖി,
എന്റെ സൃഷ്ടികളെ സോപ്പിട്ട് പിടിക്കുന്നു. എന്നോടോ എന്ത് ചതിയും വഞ്ചനയും ആവാന്നാണ്. ഇനി നാലാമത്തെ പരാതി മുത്തുനബിയോട് മിഅ്റാജിന്റെ രാവിൽ പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കണം. നാലാമത്തെ പരാതി അന്നൽ ഇസ്സതലി, അന്തസ്സ് എനിക്കാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഖുർആൻ പറഞ്ഞു ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅൻ, അല്ലാഹുവിന് മാത്രമാണ് അന്തസ്സ് മുഴുവനും എന്ന് പറഞ്ഞെങ്കിൽ അന്തസ്സ് എനിക്കാണെന്ന് അല്ലാഹ് പറയുന്നു. അന്നൽ ഇസ്സത ലി, അന്തസ്സ് എന്റെ ചാരത്താണ്. വാനൽ മുഇസ്, എന്റെ നാമം അന്തസ്സ് നൽകുന്നവനെന്നാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഒരു നാമമാണ്, ഉദാത്തമായ നാമങ്ങളിൽ ഒരു നാമമാണ് യാ മുഇസ്സു യാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന പറയുമ്പോൾ നമ്മൾ ചൊല്ലുന്നതാണ് അന്തസ്സ് കൊടുക്കുന്നത് ഞാനാണ്, അന്തസ്സ് എന്റെ ചാരത്താണ്. എന്നിട്ട് വഹും യത്ലുബൂനൽ ഇസ്സത മിൻ സിവായ്, ഞാനല്ലാത്തവരുടെ ചാരത്തു നിന്ന് അന്തസ്സ് ആഗ്രഹിക്കുന്നു ഇവർ. വഹും യത്ലുബൂനൽ ഇസ്സത മിൻ സിവായ്, ഇസ്സത്ത് എന്റെ ചാരത്താണുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കുക, എന്റെ ചാരത്താണ് ഇസ്സത്തുള്ളത്. എന്നിട്ടോ എന്റെ അടിമകൾ ഇസ്സത്ത് കാണുന്നത് ഞാനല്ലാത്തവരുടെ ചാരത്താണ്. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ ശ്രദ്ധിച്ചോ, പർദ്ദ ധരിക്കുന്നതിലാണ് അന്തസ്സ്. അള്ളാഹു പറഞ്ഞു എന്റെ ചാരത്താണ് അന്തസ്സുള്ളത്, ഞാൻ പറയുന്നിടത്താണ് അന്തസ്സുള്ളത്. പക്ഷേ നിങ്ങൾ മോഡേൺ ഡ്രസ്സുകളുടെ പിന്നാലെയാണ് അന്തസ്സ് കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. സഹോദരന്മാരെ, അന്തസ്സുള്ളത് അള്ളാഹുവിന്റെ ചാരത്താണ്. പക്ഷേ നമുക്ക് കളിത്താരങ്ങളുടെ പിന്നാലെയാണ്, സ്പോർട്സ് താരങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ അന്തസ്സ് കാണുന്നത്. അവരെന്ത് കോപ്രാട്ടിത്തരം കാട്ടിയാലും അവർ മണ്ട പകുതി ചുരണ്ടിയെങ്കിൽ നമ്മൾ ചുരണ്ടാൻ തയ്യാറാണ്. നോക്ക് നിങ്ങൾ, അധിക ചെറുപ്പക്കാരുടെയും തലയുടെ പിൻഭാഗം നോക്കിയാൽ എലി കരണ്ട അവസ്ഥയിലാണ് ഉണ്ടാവുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തലമുടി പകുതി കളഞ്ഞ് പകുതി നിർത്തുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. മുത്തുനബി വിരോധിച്ച കാര്യമാണ്. കളയുന്നില്ലെങ്കിലും കളഞ്ഞതുപോലെ പകുതി ഭാഗം കംപ്ലീറ്റ് അങ്ങോട്ട് മെഷീൻ വെപ്പിക്കുകയാണ്. എന്നിട്ട് പകുതി അവിടെ നിർത്തുക. കണ്ടാൽ തന്നെ ഒരു കോലവും ഇല്ലാത്ത രൂപം. നോക്കണം നിങ്ങൾ, അല്ലാഹ് പറയുന്നു എന്റെ ചാരത്താണ് അന്തസ്സുള്ളത്. ഞാൻ എന്ത് പഠിപ്പിച്ചു? അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാ, അല്ലാഹ് പഠിപ്പിച്ചത്. അവിടെയാണ് അന്തസ്സ്. പക്ഷേ അവരന്തസ്സ് തേടുന്നത് എവിടെയാണ്? സിനിമാ താരങ്ങളിലാണ്. അവരന്തസ്സ് തേടുന്നത് കളിത്താരങ്ങളുടെ, സ്പോർട്സ് താരങ്ങളുടെ പിന്നാലെയാണ്. എന്നാ ഈ താരങ്ങളെ മനസ്സിലേറ്റണ്ട. പന്തുകളി ഭ്രാന്ത്, കാൽപന്ത് ഭ്രമം പലരുടെയും തലക്കു പിടിച്ചിട്ട് പ്രായം ചെന്ന ആളുകൾക്ക് പോലും അതിനുവേണ്ടി മുദ്രാവാക്യം വിളിച്ചു നോക്കാമെന്ന അവസ്ഥയിലാണ്. ഫാൻ സംസ്കാരം വളർന്നു വരാൻ പാടില്ല ചെറുപ്പക്കാരിൽ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുറക്കെ പറയുന്ന, ഓരോ ദിവസവും റബ്ബേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇലാഹായി ആരാധിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മൾ മറ്റാരുടെയും ആരാധകരാവാൻ പാടില്ല. ഫാൻ സംസ്കാരം അറിഞ്ഞോ അറിയാതെയോ എനിക്കറിയില്ല, അധിക ചെറുപ്പക്കാരും മുസ്ലിം ചെറുപ്പക്കാരും അർജന്റീന ഫാൻസ് എന്ന് എഴുതി വെക്കാൻ ഒരു മടിയുമില്ല. ഫാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ആ പദത്തിന്റെ അർത്ഥം ആബിദ് എന്നാണ്, ആരാധകൻ എന്നാണ്. അർജന്റീനയുടെ ആരാധകർ എന്ന അർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ഇത് പ്രയോഗിക്കാൻ പാടില്ല. സിനിമാ താരങ്ങളുടെ ആരാധകരാകാൻ പാടില്ല. സ്പോർട്സ് താരങ്ങളുടെ ആരാധകരാകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ സ്ക്രീനുകളിൽ തെളിയുന്ന മുഴുവൻ ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച് നൃത്തമാടുന്ന ടീമിനെ, പെൺപിള്ളേരെ നിങ്ങൾ ഒരിക്കലും അനുകരിക്കാൻ പാടില്ല. നിങ്ങൾ മാതൃകയാക്കേണ്ടത് അതല്ല, അവിടെ കാണുന്ന വേഷങ്ങളല്ല, പരസ്യവാചകങ്ങളെ നോക്കിയിട്ടല്ല നിങ്ങൾ ഇസ്സത്ത് തീരുമാനിക്കേണ്ടത്. ഇസ്സത്ത് തീരുമാനിക്കേണ്ടത് മുത്തുനബിയുടെ സമീപനമെന്ത് ഈ ഡ്രസ്സിനോട്, അള്ളാഹുവിന്റെ സമീപനമെന്ത് എന്ന് നോക്കിയിട്ടാണ്. പർദ്ദയിലാണ് അല്ലാഹ് ഇസ്സത്ത് കാണുന്നതെങ്കിൽ മോളെ നീ മോഡേൺ ഡ്രസ്സുകളിലാണ് കേട്ടോ ഇസ്സത്ത് കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇസ്ലാമിക വേഷങ്ങളിലാണ് അള്ളയും റസൂലും ഇസ്സത്ത് കാണുന്നതെങ്കിൽ നമ്മൾ ഇസ്സത്ത് കാണുന്നത്
മറ്റെവിടെയോക്കെയാണ്, മറ്റാരുടെയോ ഒക്കെ ചാരത്താണ്. അതാ പറഞ്ഞത് അന്നൽ ഇസ്സതലി വഅനൽ മുഇസ് വഹും യത്ലുബൂനൽ ഇസ്സത മിൻ സിവായ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ വലിയൊരു പരാതിയാണ്. 5 പരാതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ലൈലത്തുൽ മിഅ്റാജിൽ കാര്യമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. ഈ ശിക്കായത്തുകൾ, ഈ ആവലാദികൾ വല്ലാത്തൊരാവലാദിയാണ്. എന്തിനെ ഉമ്മത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്? അതുകൊണ്ട് ഉമ്മത്തെ നിങ്ങൾ ആ വഴിക്ക് പോകരുത് ട്ടോ. എന്നാ അന്ന് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതോ അതേ വഴിക്കു തന്നെയാണ്, അതേ വഴിക്കു തന്നെയാണ് താനും. ഇതിലാ വിഷമം. 5ാമത്തെ പരാതി റസൂലുള്ളാഹി തങ്ങളോട് അല്ല പറഞ്ഞത് അവസാനിച്ചു അതോടുകൂടി. 5ാമത്തെ പരാതി അന്നീ ഖലഖ്തുൻ നാറ ലികുല്ലി കാഫിർ. നന്ദി കെട്ട എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയാണ് ഞാൻ നരകം സൃഷ്ടിച്ചത്. നന്ദി കെട്ട വർഗത്തിന് കൊടുക്കാനാ ഞാൻ നരകം സൃഷ്ടിച്ചത്. പക്ഷേ ബഹും യജ്തഹിദൂന അൻ യുഖിഉ അൻഫുസഹും ഫിഹാ. അവര് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നബിയെ നിങ്ങളുടെ ഉമ്മത്ത്. അൻ യുഖിഉ അൻഫുസഹും, അവരുടെ സ്വന്തം ശരീരങ്ങളെ കൊണ്ടുപോയെറിയാൻ. കാഫിറിന് വേണ്ടിയാണ് ഞാൻ നരകം സൃഷ്ടിച്ചതെങ്കിൽ സത്യനിഷേധിക്ക് വേണ്ടിയാണ്. പിടുത്തം വിട്ട് നന്ദികേട് കാണിക്കുന്നവനാണെങ്കിൽ ദാ നിങ്ങളുടെ ഉമ്മത്തിലൊരു വിഭാഗം അവരുടെ സ്വന്തം ശരീരങ്ങളെ നരകത്തിലേക്ക് പതിപ്പിച്ചേ നിൽക്കൂ എന്ന തീരുമാനമുള്ളതുപോലെ ആരുപദേശിച്ചിട്ടും കേൾക്കുന്നില്ല. മുസ്ലിയാര് പറയുന്നത് കേൾക്കണ്ട, തങ്ങൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല, വാപ്പ പറഞ്ഞിട്ട് കാര്യമില്ല, ഉമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ പറഞ്ഞത് ഖലഖ്തുൻ നാറ ലികുല്ലി കാഫിർ. കാഫിറിന് കൊടുക്കാനാ ഞാൻ നരകം സൃഷ്ടിച്ചത്. പക്ഷേ വഹും യജ്തഹിദൂന അൻ യുഖിഉ അൻഫുസഹും ഫിഹാ, ഞങ്ങളതിൽ വീണേ അടങ്ങൂ എന്ന് ഇവർ നിയ്യത്താക്കി എന്താ കാട്ടുക? അവരതിനു വേണ്ടി അതാ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയെ സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൈക്കു പിടിച്ചു. മോനെ ഇങ്ങുവാ എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് വിളിക്കുകയാണ്. അപ്പോഴാണ് അക്രമുർ റസൂൽ എന്ന് നബി തങ്ങളെ വിളിക്കുന്നത്. ആ വിളിക്കുത്തരം കേൾക്കുമ്പോഴാണ് നമ്മൾ അക്രമുൽ ഉമമാകുന്നത്. അതാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു നേരത്തെ നമ്മളെ കേൾപ്പിച്ചത്. ആ ഇമാം ബുസീരിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഹബീബിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പോൾ നാളെ പുനരെഴുന്നേൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ എഴുന്നേൽക്കാൻ പോകുന്നുണ്ട്. വൈൻ കുല്ലുൽ ലമ്മ ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ. എല്ലാവരും നമ്മുടെ സന്നിധാനത്തിൽ ബലാത്കാരമായി തന്നെ ഉണ്ടോ നിർബന്ധപൂർവം ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു തആല പ്രയോഗിച്ച പ്രയോഗം കണ്ടോ നിങ്ങൾ? വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ ഹാദിറൂൻ എന്നല്ല അല്ലാഹു പറഞ്ഞത്, മുഹ്ദറൂൻ. സാധാരണക്കാർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. അത്തരം അറബി ഭാഷകളുടെ ടേസ്റ്റ് അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എല്ലാ മനുഷ്യരും എൻ്റെ അടുത്ത് ഹാദിറാവും എന്ന് പറയാതെ മുഹ്ദറൂൻ, ഹാദിറൂൻ എന്ന് പറയാതെ മുഹ്ദറൂൻ, ബലമായി അവരെ ഹാജരാക്കും എന്ന് പറഞ്ഞതിൽ നമുക്ക് എന്തൊന്നില്ലാത്ത, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു നിന്ദ്യത നാം അതിൽ അനുഭവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളാരുമല്ല, പടച്ച റബ്ബ് ഉദ്ദേശിച്ചത് ഭൂമിയിൽ നിങ്ങളെ കൊണ്ട് നടത്തിയെങ്കിൽ അതേ രൂപത്തിൽ നാളെ ആഖിറത്തിൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കും. നിങ്ങളൊന്നും സ്വന്തം ഇഷ്ടത്തോടുകൂടെ വരികയല്ല, നിങ്ങളെ റബ്ബ് നിർബന്ധപൂർവം ഹാജരാക്കുകയാണ്. വൈൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ. സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ ഞാനും നിങ്ങളും ഹാജരാകുമായിരുന്നോ? എന്നാലോചിച്ചു. നമ്മളെയൊക്കെ ഇപ്പോൾ പരലോകത്ത് ഇങ്ങനായിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ദേ മഹ്ശറയിലേക്ക് ഒത്തുകൂടാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചതാ, എൻ്റെ സൗകര്യം പോലെയൊക്കെ ചെയ്തോ, ഇവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ കിടക്കാം, അങ്ങോട്ട് പോവുകയാണെങ്കിൽ പോയിക്കോ പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പോവോ? ഒറ്റ കുട്ടി പോവില്ല, ഉറപ്പാ. കാരണം എന്താ? പോകാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു ഓടാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഓടാ, അവർക്കൊന്നും ബേജാറില്ല. അവിടെ പോയാൽ അവർക്ക് കിട്ടാനുള്ളത് എന്താണെന്നറിയാം. എന്നാൽ നമ്മളെ പോലത്തെ ആളുകളെ എഴുന്നേൽപ്പിച്ചാൽ എന്താ അവിടെ വരാൻ പോകുന്നത് എന്ന്
അതിന്റെ നിജമായ വിവരം നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നത് സംഭവിക്കും, ഞാനില്ല എന്ന് പറയൂലേ? അപ്പൊ സ്വയം ഹാജരാകാൻ പ്രയാസമാണ്, എന്നാ ഹാജരാക്കപ്പെടുകയാണ്. ഇതിലൊരു അപമാനമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുന്നതും പ്രതിയെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതും വ്യത്യാസമുണ്ട്. ഹാദിറൂനയും മുഹ്ളറൂനയും തമ്മിലുള്ള വ്യത്യാസം തിരിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മഹാന്മാർ ഇതൊക്കെ വിശദീകരിച്ചത് കാണാം. വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. ഒറ്റ കുട്ടിയും നമ്മുടെ സന്നിധാനത്തിൽ ഹാജരാക്കപ്പെടാതെ പോകില്ല. അപ്പൊ എല്ലാവർക്കും പുനരുത്ഥാനമുണ്ട്. അതല്ലേ പറഞ്ഞതിന്റെ ആകത്തുക. എന്നാൽ എങ്ങനെയാണ് ആ പുനരുത്ഥാനം? അങ്ങനെയൊന്നും ഉണ്ടാകോ? മരിച്ചുപോയിട്ട് പിന്നെ രണ്ടാമതൊരു എഴുന്നേൽപ്പോ? എന്റെ ഇതേ കണ്ണും മൂക്കും കാതും കയ്യുമൊക്കെ തന്ന് അള്ള എന്നെ എഴുന്നേൽപ്പിക്കേ? അതേ മോനെ, സംശയിക്കണ്ട. നീ പുനരുത്ഥാനത്തിന് വേണ്ടിയുള്ള പുനരുത്ഥാനം നിനക്ക് പഠിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളുടെ നടുക്കല്ലേ നീ ജീവിക്കുന്നത്? അള്ളാഹുവിന്റെ കഴിവ് സൂചിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളിലല്ലേ നീ ജീവിക്കുന്നത്? എന്തേ നീ കണ്ണു തുറക്കാത്തത്? ഒന്ന് നോക്കിക്കൂടെ? വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون. അല്ലാഹു പറയുന്നു വആയത്തുൽ ലഹും, ഈ ജനങ്ങൾക്ക് കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ്. ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ്. വആയത്തുൽ ലഹും, അവർക്ക് ദൃഷ്ടാന്തമാണ്. അൽ അർളുൽ മൈത, നിർജീവമായി കിടക്കുന്ന ഭൂമി. നിർജീവമായ ഭൂമി അവർക്ക് ദൃഷ്ടാന്തമാണ്. വിണ്ടുകീറി കിടക്കുകയാണ്. ഇന്ന് വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമി. ആ ഭൂമിയിൽ ഒരൊറ്റ മഴയങ്ങ് പെയ്താൽ ആ മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹുവാണ്. ആ മഴ വർഷിപ്പിക്കാനുള്ള നീരാവി മേലോട്ട് കൊണ്ടുപോകുന്നത് പടച്ച റബ്ബാണ്. കരയുടെ ഭൂമിയുടെ 1/4 ഭാഗമായ കര, ആ കരയിൽ ജനവാസമുള്ള ആളുകൾ ഭാഗത്തേക്ക് ജനങ്ങൾക്കും അവരുടെ കൃഷിയിടങ്ങൾക്കും അവരുടെ ജന്തുക്കൾക്കുമൊക്കെ ആവശ്യമായ അത്ര വെള്ളം ഈ കടലിൽ നിന്ന് നീരാവിയായി മേലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നതിന്റെ ശേഷം മുകളിൽ ചെന്ന അതാ തണുത്ത് കട്ടിയായി ഉറച്ചതിന്റെ ശേഷം മേഘപ്പാളികളിൽ നിന്ന് ആ വെള്ളം ഇറക്കി തന്നു. അതിന്റെ പിന്നിലൊക്കെ അതൊക്കെ അവിടെ കൂട്ടി വായിക്കണം. വെറുതെ ഒഴുക്കം മട്ടിനങ്ങ് ഓതിയാൽ സംഗതിയുടെ ഗൗരവം തിരിയൂല. അൽ-അർളുൽ മൈതതു അഹ്യൈനാഹാ, വിണ്ടുകീറിക്കിടക്കുന്ന ഭൂമി മനുഷ്യരെ നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. അഹ്യൈനാഹാ, ആ ഭൂമിയെ നമ്മൾ സജീവമാക്കിയില്ലേ? ഒരു മഴയങ്ങ് പെയ്തപ്പോ വിണ്ടുകീറി കിടന്നിരുന്ന വരണ്ട് കിടന്നിരുന്ന ഭൂമിയില്ലേ? ആ ഭൂമി ഇതാ അല്ലാഹു പറയുന്നു നമ്മളതിനെ സജീവമാക്കി. അതിൽ നമ്മൾ ചൈതന്യം നൽകി, പുത്തൻ ജീവൻ അതിൽ നൽകി. അതാ തലപൊക്കി വരുന്നു, സസ്യങ്ങൾ തലപൊക്കി വരുന്നു, പലതരത്തിലുള്ള പ്രാണികളും ജന്തുക്കളുമൊക്കെ അതിൽ നിന്ന് ഉദയം ചെയ്യുന്നു. മനുഷ്യരെ, നിങ്ങളും ആ ഭൂമിയിൽ നിന്ന് നമ്മൾ ഉദയം ചെയ്യിപ്പിച്ചവരാണ്. നിങ്ങളെ അടക്കം ഹയാത്താക്കിയത് ഭൂമിയുടെ ഹയാത്തിന്റെ ഭാഗമായിട്ടാണ്. അൽ-അർളുൽ മൈതതു അഹ്യൈനാഹാ, ഭൂമിക്ക് സജീവത നൽകുന്നിടത്ത്, ഭൂമിക്ക് ഹയാ പകർന്നു നൽകിയപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഹയാത്ത് പകർന്നു നൽകിയിട്ടാണ് അല്ലാഹു ഭൂമിക്ക് ഹയാത്ത് പകർന്നു നൽകുന്നത്. കേവലം സസ്യലതാദികളെ കൊണ്ട് മാത്രമല്ല. എന്നാൽ അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആവശ്യമായ വെള്ളം ഈ ബഹറിൽ നിന്ന് അല്ലാഹു മേലോട്ട് കൊണ്ടുപോവുകയാണ്, നീരാവിയായി കൊണ്ടുപോകുന്നു.